ഹലോ, ഇത് വിഷുവിൻ്റെ വിശേഷമാണ്. വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. ഇത് തലേ ദിവസം കണി ഒരുക്കുന്ന വീഡിയോ ആണ്. സോ അപ്പോൾ അവൻ റിച്ചൂട്ടനും കൂട്ടുകൂടി അങ്ങനെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇതാണ് കണിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും പുലർച്ചയ്ക്ക് 4 മണിക്ക് എണീറ്റു. കണി കണ്ടു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ചടങ്ങ് പടക്കം പൊട്ടിക്കലായിരുന്നു. റിച്ചുക്കുട്ടനെ പൊട്ടുന്ന പടക്കം പേടിയായതുകൊണ്ട് കമ്പിത്തിരി, മത്താപ്പ്, പൂക്കുറ്റി, വിഷുചക്രം ഇത് മാത്രമേ മേടിച്ചുള്ളൂ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പൂക്കുറ്റി കത്തിച്ചുകൊണ്ട് അവൻ്റെ അച്ഛൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു പൂക്കുറ്റി. ആദ്യം പേടിച്ചു, പിന്നെ നോക്കി, പിന്നെ ഒരു വിഷുചക്രം ചക്രം പോലെ തിരിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. എന്തോ ശരിയില്ലാതെ തോന്നുന്നു, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ പൂക്കുറ്റി കത്തിക്കുക, അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൂക്കുറ്റി കത്തിച്ചു. അങ്ങനെ സന്തോഷത്തോടെ കമ്പിത്തിരിക്കും പറഞ്ഞ് അവസാനം അവനെ ഭയങ്കര പേടിയാണ്. അവസാനം എങ്ങനെയൊക്കെയോ കമ്പിത്തിരി കത്തിച്ചു. പക്ഷെ ആ കത്തിക്കണതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു തീപ്പൊരി അവൻ്റെ കയ്യിൽ തട്ടി. അതോടെ നിർത്തി. ഇനി എനിക്ക് വേണ്ട, അച്ഛമ്മ വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പടക്കം പൊട്ടി ചടങ്ങ് കഴിഞ്ഞ് കൈനീട്ട ചടങ്ങാണ്. കുളിച്ച് റെഡിയായി കൈനീട്ടം മേടിച്ചു. അവൻ കുറച്ചൊന്ന് അറിയാനായ സമയത്ത് ആദ്യമായിട്ടാണ് കൈനീട്ടം മേടിക്കുന്നത്. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. പിന്നെ അവൻ്റെ അച്ഛൻ പോയി കാല് വന്നിക്കാൻ പറഞ്ഞു, കാല് വന്നിച്ചു, അങ്ങനെ വന്നു. അടുത്ത് പിന്നെ അവൻ്റെ അച്ഛൻ്റെ ഊഴം. അച്ഛൻ കൈനീട്ടം മേടിച്ച് വന്നു. അടുത്തതാണ് എൻ്റെ. അമ്പലത്തിൽ പോകാനുള്ള റെഡിയാണ് തിരക്കിൽ. അങ്ങനെ നേരെ സാരിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അത് വെച്ചു. അങ്ങനെ കൈനീട്ടം മേടിച്ചു, അങ്ങനെ വന്നു. അങ്ങനെ നേരെ അങ്ങനെ അമ്മയ്ക്ക് കൈനീട്ടമുണ്ട്. അങ്ങനെ അമ്മയ്ക്കും കൈനീട്ടം കൊടുത്തു, അമ്മയും വന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വന്നിരിക്കും. അമ്പലത്തിൽ പോകുമ്പോൾ മുടിഞ്ഞ തിരക്ക്, റോഡിൻ്റെ അറ്റം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ല വെച്ചു. പിന്നെ നമ്മളെന്തോ ലൈനിൽ കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി. ഇത് അമ്പലത്തിലുള്ള ഉള്ളിൽ നിന്നുള്ള വീഡിയോ ഇതാണ്. ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ പുറത്ത് ക്യൂ നിൽക്കുന്നതാണ്. ചെറിച്ചു കൊണ്ടെടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ കാണാൻ പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു, തൊഴുത് വന്നു. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി, വേഗം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇത് വിഷുവിൻ്റെ സ്പെഷ്യൽ ഫുഡാണ്. ഇത് റവ ഉണ്ണി, പിന്നെ കഞ്ഞിയും, പിന്നെ അതുപോലെ പഴങ്ങളൊക്കെ ഫ്രൂട്ട്സ് കുഴച്ചിട്ടൊരു പലഹാരമാണ്. അത് കഴിഞ്ഞത് റിച്ചുക്കുട്ടിന് വിശക്കുന്നുണ്ടെങ്കിൽ മതി അമ്മ, നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞി കുടിക്കാൻ വന്നു. ഇത്രയേ ഉള്ളൂ വിശേഷം. ബായ്.